ജനപ്രതിനിധികൾക്ക് ഉജ്ജ്വല സ്വീകരണമൊരുക്കി കൊച്ചി നഗരസഭ. MP ഹൈബി ഈഡൻ, MLA മാരായ TJ വിനോദ്, ടോണി ചമ്മണി, മുഹമ്മദ് ഷിയാസ്, ദീപക് ജോയ്, ഉമ തോമസ് എന്നിവർക്കാണ് സ്വീകരണമൊരുക്കിയത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ MP ഹൈബി ഈഡനും MLA മാരായ TJ വിനോദ്, ടോണി ചമ്മണി, മുഹമ്മദ് ഷിയാസ്, ദീപക് ജോയ്, ഉമ തോമസ് എന്നിവർക്കും സ്വീകരണം നൽകി. കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോൾ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലെ വിജയിച്ച എല്ലാവരും നമുക്ക് ഏറെ പരിചയ സമ്പന്നരായ, ഏറെ അടുത്തറിയാവുന്ന ആളുകളാണ്. ഈ കൊച്ചി കോർപ്പറേഷന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ മുൻ മേയറായിരുന്ന ആൾ, ഡെപ്യൂട്ടി മേയറായിരുന്ന ആൾ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇപ്രാവശ്യം നിയമസഭയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, റോഡിന്റെ പൂർത്തീകരണമുണ്ട്, മാലിന്യ സംസ്കരണത്തിൽ അപാകതകളുണ്ട്. ഇതെല്ലാം കൊച്ചിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള, കൊച്ചിയുടെ ഇവിടെ ഏറ്റവും ആളുകൾ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമായി കണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ചെടുക്കേണ്ടതുണ്ട്. PK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MP ഹൈബി ഈഡൻ മുഖ്യാതിഥിയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെല്ലാം എല്ലാ വിഭാഗം ആളുകളുടെയും ജനപ്രതിനിധികളാണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തം ആ നിയോജകമണ്ഡലത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുക, പൊതുവായ അവരുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം തന്നെ ആ ജനതയ്ക്ക് വേണ്ടി അവരുടെ ക്ഷേമ പദ്ധതികളിൽ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നഗരം വലിയ വികസന കുതിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കൗൺസിലർ ആന്റണി പൈനുന്തറ സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി PS ഷിബു, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ നഗരത്തിന്റെ പൊതുവായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. റോഡിലുണ്ടാകുന്ന അസംഖ്യമായ ഇപ്പൊ തന്നെ വലിയ ബ്ലോക്കാണ്. അപ്പൊ അതിന് പുതിയ സംവിധാനം, പുതിയൊരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാകണമെന്നാണ് നഗരവാസികൾ ആഗ്രഹിക്കുന്നത്. ആ റോഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കൊച്ചിയുടെ ഭാവി വികസനത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു നഗരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, ഒരു വികസന കാഴ്ചപ്പാട്. നഗരത്തിന്റെ പ്രാദേശികമായ ഭൂപ്രകൃതി നമുക്കറിയാം. പടിഞ്ഞാറ് കായലും കടലും, പടിഞ്ഞാറേക്ക് വികസനം സാധ്യമല്ല. കൊച്ചി വളരെ കിഴക്കോട്ട്. യഥാർത്ഥത്തിൽ 1967 കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം നമ്മുടെ ഭൂപ്രകൃതി വിസ്തൃതി കൂടിയിട്ടില്ല. അതേ വിസ്തൃതിയില്ല കഴിഞ്ഞ 60 വർഷക്കാലമായി, അതേ വിസ്തൃതിയില്ല. പക്ഷേ കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ട് എത്രയോ ജനസംഖ്യ, എത്രയോ താമസക്കാർ നമ്മുടെ നഗരത്തിലേക്ക് വന്നു. നമ്മുടെ അടിസ്ഥാന സൗകര്യം നോക്കുക, റോഡ് നെറ്റ്വർക്ക് വർദ്ധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ നഗരം ജനസംഖ്യക്ക് ആനുപാതികമായി ഭൂവിസ്തൃതി കൂട്ടേണ്ടതുണ്ട്. നമുക്ക് ആനുപാതികമായ വികസനം അടിസ്ഥാന സൗകര്യം കിട്ടുന്നതല്ല. ഒരു നഗരത്തിന്റെ അടിസ്ഥാനം ലഭ്യതയാണ്. സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിലാണ് ഒരു നഗരത്തിന്റെ വികസനം ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. നമുക്ക് ഒരുപടി സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് ജനപ്രതിനിധികളായി കോർപ്പറേഷൻ കൗൺസിലർമാരും MLA-മാരും MP-മാരൊക്കെ ജനപ്രതിനിധികളായി വരുന്നത്. അതൊക്കെ സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കുകയും നമ്മുടെ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം നമ്മൾ നഗരത്തിന്റെ കൊച്ചി പോലെയുള്ള ഒരു നഗരത്തിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള നവീകരണം നമുക്ക് നിർബന്ധമായും നടത്തണം. പശ്ചിമ കൊച്ചിയുടെ വികസനത്തിൽ കൂടി കോർപ്പറേഷന്റെ ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. അടിസ്ഥാനമായിട്ട് വേണ്ടത് കുടിവെള്ളം നമുക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ്. മേയറോടൊപ്പം ഈ നഗരസഭയ്ക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ പിന്തുണ എന്തായാലും ഉണ്ടാകുമെന്ന്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ മുത്തൂറ്റ് ഫൈനാൻസിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത മുത്തൂറ്റ് ഫൈനാൻസ് ബ്രാഞ്ച് സന്ദർശിക്കൂ.